ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായി എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി UK-യിലാണ്. ഞാനിവിടെ വന്നിട്ടിപ്പോൾ 2 വർഷമായി. അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചേ ഇവിടെ വന്ന് വീഡിയോസൊക്കെ ഇടണം, ഈ ചാനലൊന്ന് സെറ്റാക്കണമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആകെ ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസൊക്കെ ആയിരുന്നു. അഡാപ്റ്റേഷനൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. സോ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ടൈം കിട്ടിയില്ല. Now I'm a little bit free and I thought why not. So ഇനി മുതൽ ഞാൻ വീഡിയോസ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. I don't know how consistent I can be, but I'll try my best and stay tuned. ഞാനിപ്പോൾ ലണ്ടൻ പോവുക. ഞാനിപ്പോൾ ഉള്ളത് നോർത്താംപ്ടണിലാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കരുതി ഒന്ന് ലണ്ടൻ പോയി കറങ്ങാം, കൂടെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ ചിലവില്ലാതെ ലണ്ടൻ കണ്ടോളൂ. രാവിലെ 7:05 ആണ് എൻ്റെ ട്രെയിന്. അപ്പോൾ ഞാൻ ട്രെയിനിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുക. ഇവിടുന്ന് അറൗണ്ട് ഒരു 1 hour ട്രാവലുണ്ട്. അപ്പോൾ 8:30 ഒക്കെ ആകുമ്പോൾ ഞാൻ ലണ്ടനിലെത്തും. ഇറ്റ്സ് സമ്മർ ഹിയർ. സോ രാവിലെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. സൂര്യൻ ഫുൾ ഓൺ പവറിൽ നിൽക്കുവാണ്. എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും, ബട്ട് ഐ ആം ഓൾറൈറ്റ്. സോ നമുക്ക് ലണ്ടൻ വിശേഷങ്ങൾ കാണാമല്ലോ. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ ട്രെയിൻ 7:05 പക്ഷേ ഞാനിവിടെ നേരത്തെ എത്തി. എനിക്കിതിനു മുന്നേ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാനിവിടെ ട്രെയിൻ മിസ്സായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരിക്കലും ലേറ്റായി വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു 5-10 minutes ഏർലി ആയിട്ട് വരാനേ നോക്കത്തുള്ളൂ. സോ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, ട്രെയിനിന് വെയിറ്റിംഗാണ്. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് ഡേ ഈസ് ഗോയിങ്. ഹോപ്പ് യു ഓൾ ഹാവ് എ നൈസ് ഡേ. ആൻഡ് ഈ വീഡിയോ ഞാൻ എപ്പോൾ പോസ്റ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി സൂൺ, മേ ബി നോട്ട്. സോ ലെറ്റ്സ് സീ. ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രെയിനിൽ പോയി. അപ്പോൾ ഞാൻ ലണ്ടനിലെത്തി. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ലിറ്റിൽ വെനീസിലേക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. സോ ഞാൻ നടക്കുവാണ്. അവിടെ എത്തിയിട്ട് ലിറ്റിൽ വെനീസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഞാൻ ലിറ്റിൽ വെനീസിലെത്തി. ഇതാണ് അവിടുത്തെ എൻട്രൻസ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോൾ ഗാർഡൻ, ട്രീസ്, ഒരു ഗ്രീനറിയാണ് ഫുള്ള്. പിന്നെ ഈ ലിറ്റിൽ വെനീസിന് അങ്ങനെ പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ആക്ച്വൽ വെനീസില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സിമിലാരിറ്റിയാണ് ഇവിടെ. സോ അതാണ് ഇവിടെ ലിറ്റിൽ വെനീസ് എന്ന് പേര് വരാൻ കാരണം. അങ്ങനെ നമ്മൾ നടന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതാണ് അവിടെ നമ്മുടെ വ്യൂ സംഭവം. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ സംഭവം ഒരു കുറച്ച് ബോട്ട്സൊക്കെ കൂട്ടിയിട്ടേക്കാണ്. അത് തന്നെ ഉള്ളൂ. നൈസാണ്, കാണാൻ നൈസാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലൊരു പാലത്തിലേക്ക് കയറിയേക്കുക. ഞാൻ ഇവിടെ നിന്ന് വ്യൂ കാണിച്ചു തരാം. സി, എൻ്റെ ബാക്കിൽ കാണുന്നയാ ലിറ്റിൽ വെനീസ്. ഇത് നമ്മുടെ ലണ്ടൻ യൂസ്റ്റണിലാണ് ഉള്ള. നല്ലയാ, ഇഷ്ടമായി. സി, പിന്നെ എൻ്റെ പുറകിൽ ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ട്. ഞാൻ അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഞാനിങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി സംഭവം കണ്ടു, കാണിച്ചു തരാം. ഇത് കണ്ടോ? ഭയങ്കര സമയം. അടുത്ത് പോയി കാണിച്ചു തരാം. ഇത് കണ്ടോ? എൻ്റെ പുറകിൽ ഒരു ബോട്ട് റെസ്റ്റോറൻറ്റാണ്. നൈസാണ് കാണാൻ സംഭവം. ഇപ്പോൾ വെള്ളത്തിലാണ് ഉള്ളത്. നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബോട്ട് സർവീസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കുറച്ച് നേരം അവിടേക്കൊന്ന് ബോട്ടിൽ ചുറ്റി കാണാം.
അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ അടുത്ത് ക്യാമ്പ്ടൺ മാർക്കറ്റിലേക്ക് പോവാണ്. ഇവിടെ വൺ ടൈം വാച്ചബിൾ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലുതായിട്ടൊന്നുമില്ല. ഒരു നാച്ചുറൽ ബ്യൂട്ടി. ഞാനപ്പോൾ ദേ ലിറ്റിൽ വെനീസിൽ നിന്ന് ക്യാമ്പ്ടൺ മാർക്കറ്റിലേക്ക് എത്തി. നൈസാട്ടോ ഈ പ്ലേസ്. ഒരുപാട് സ്റ്റോഴ്സ്, നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ പുറകെ കാണുന്നതാണ് ക്യാമ്പ്ടൺ മാർക്കറ്റ്. സോ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഫുഡായാലും ഷോപ്പിംഗ് ആയാലും ഒക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ പുറകിൽ കാണുന്നതും ഈ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഒരുപാട് ക്രൗഡുണ്ട് ഇവിടെ. എല്ലാവരും ബ്രിഡ്സ് ലൈക്ക് സമ്മർ. സോ എല്ലാവരും ദേ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ക്രൗഡഡാ. ദേ ക്യാമ്പ്ടൺ മാർക്കറ്റ്. ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു കം ടു ചിൽ ആൻഡ് റിലാക്സ്. സോ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവാണ്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ, ഫുഡിൻ്റെ വെറൈറ്റി. നിങ്ങൾക്ക് വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ടായി ക്യാമ്പ്ടൺ മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല ക്രൗഡഡ് ആയിരുന്നു, ബിസി ആയിരുന്നു ആ ഡേ. അപ്പോൾ ഞാൻ അവിടെ ക്യാമ്പ്ടൺ മാർക്കറ്റിലെത്തി. പിന്നെ ഇവിടെ സാറ്റർഡേ സൺഡേ മാത്രമേ ക്യാമ്പ്ടൺ മാർക്കറ്റ് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ചില്ലിങ് ആയിരുന്നു, എല്ലാവരും റിലാക്സ് ചെയ്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ എവിടെ തിരിഞ്ഞാലും ഫുഡാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി ട്രൈ ചെയ്യാം. പിന്നെ ഡിഫറെൻറ്റ് ഷോപ്സ് ഉണ്ടായിരുന്നു. വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങാം. പിന്നെ അല്ല വാങ്ങണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാനും നല്ല സ്ഥലമായിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് നടന്നു. ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും നമുക്ക് കാണാനൊരു രസമല്ലേ, ഈ ക്യാമറാസും. പിന്നെ അതെന്തുവാ, എന്തൊക്കെയോ ഉണ്ട് അവിടെ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നടക്കുക. അവിടെ ഒരാൾ മാജിക്കിൻ്റെ സംഭവം വയ്ക്കുന്നുണ്ടായിരുന്നു, അയാൾ മാജിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ജ്വല്ലറീസ്, പിന്നെ എന്തൊക്കെയൊക്കെയോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഏരിയ എത്തി. വെറൈറ്റി ഫുഡുണ്ടായിരുന്നു. മെയിൻലി ചൈനീസ് ഫുഡായിരുന്നു. എനിക്ക് ചൈനീസ് ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ അവിടെ വച്ചേക്കുന്നത് കണ്ടിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. ഇതൊന്നും ടേസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാനും ഒരു രസമല്ലേ. സോ ഞാനിങ്ങനെ എല്ലാ സ്റ്റോളും ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ചൈനീസ് ഫുഡിൻ്റെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്, ഒരുപാട് സ്റ്റോൾസും ഉണ്ട് ചൈനീസ് ഫുഡിൻ്റെ. അങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ നടന്നു. ചൈനീസ് ഫുഡൊന്നും വാങ്ങിയില്ല. അങ്ങനെ പോകുമ്പോഴേ ഇവിടെ ഒരു ചേട്ടൻ ഇതൊക്കെ സാമ്പിൾ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സാമ്പിൾ ട്രൈ ചെയ്യാം. ഈ സാമ്പിൾ കഴിച്ച് തന്നെ നമ്മുടെ വയറ് നിറയും. അത് വേറൊരു കാര്യം ഇവിടെ വന്നാൽ. പിന്നെ സാമ്പിളല്ലേ, വെറുതെ കിട്ടിയാൽ നമ്മൾ കളയണ്ട, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ ഇപ്പോൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. സോ ഇതിനി കഴിച്ചിട്ട് ബാക്കി ഇനി എന്താണെന്ന് അപ്പം നോക്കാം. Okay, so as of now I'm doing good and I'm enjoying this. So നമുക്ക് കാണാം. ഹായ്, ക്യാമ്പ്ടൺ മാർക്കറ്റിൽ വന്നിട്ട് നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാതെ പോയല്ലോ, ശരിയല്ലല്ലോ. സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ഗെറ്റ് വൺ ട്രയൽ പ്ലീസ്? താങ്ക് യു. അപ്പം ഞാൻ ട്രൈ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് അവർ ചോദിച്ചാൽ നമുക്ക് ട്രയൽ ചെയ്യാൻ തരും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഫുള്ള് വാങ്ങുന്നതാണ്. സോറി, നോട്ട് മൈ തിങ്. കൊള്ളത്തില്ല, എനിക്കിഷ്ടമായില്ല. അപ്പോൾ ചോക്ലേറ്റും സ്വീറ്റ്സൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് പക്ഷേ ഇഷ്ടമായില്ല. പിന്നെ ഇങ്ങനെ വഴിയിലൊക്കെ ലെമണേഡും ഗ്രേപ്പ് ജ്യൂസും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതുപോലെ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ. പിന്നെ വെതർ നല്ല ഹോട്ടായിരുന്നു. സോ ഒരു ലെമണേഡൊക്കെ കുടിച്ചിങ്ങനെ
റോഡിലൂടെ ഇങ്ങനെ നടക്കാൻ ഒക്കെ നല്ല രസമായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്, റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ മാർക്കറ്റിൽ തേരാപാര നടക്കുവാണ്. ഭയങ്കര ചൂട്, ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ നടക്കുക. ഭയങ്കര ക്രൗഡാട്ടോ ഇവിടെ, നല്ല ക്രൗഡുണ്ട്, ചൂടുമുണ്ട്. സോ ആക്ച്വലി ഇറ്റ്സ് എ നൈസ് ഡേ. വെതറൊക്കെ നന്നായിട്ടുണ്ട്. ഞാനൊരാളെ കണ്ടു, എപ്പോൾ കാണിച്ചു തരാവേ. കൊള്ളാല്ലേ, ന്യൂ ഹെയർ സ്റ്റൈൽ. പൈസ കൊടുക്കണം, നമുക്ക് ആ പരിപാടി പറ്റൂല. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ പോകും. പിന്നെ ഇവിടെ സ്വീറ്റ് ലവേഴ്സിനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. നമുക്ക് ഹോട്ട് ആൻഡ് സ്പൈസിയേ പറ്റത്തുള്ളൂ. സ്വീറ്റ് ആൻഡ് ക്യൂട്ട് പറ്റത്തില്ല. നല്ല ഹോട്ട് ആൻഡ് സ്പൈസിയുടെ ആൾക്കാരാണ്. സോ ഇങ്ങനെ നടക്കുക, ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുക. ഹലോ, നേരത്തെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നന്നായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൻ്റെ ചാർജ് കയറുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, പക്ഷേ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ചാർജ് തീർന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നു, ഫ്രഷായി. ഇപ്പോൾ ഞാൻ ടോട്ടൻഹാമിൽ പോവാണ്. അവിടെ ഒരു ബട്ടർഫ്ലൈ സംഭവമുണ്ട്. ലണ്ടനിലുള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്കും അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. സോ ഇവിടെ ബട്ടർഫ്ലൈ ഇല്ല, അതിന് പകരം പ്രൈഡ് തീമാണ്. ഞാൻ പറയുന്നത് കേൾക്കാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്യാം. ഇതാണ് സംഭവം, കളർഫുള്ളായിട്ടുണ്ട്, എന്തായാലും കൊള്ളാം. സോ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോവാം. പുറത്ത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വീഡിയോ എടുക്കാം. ഞാൻ ടോട്ടൻഹാമിൽ നിന്ന് ഇറങ്ങി നേരെ സോഹോ സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ പ്രൈഡ് ഡേ സെലിബ്രേഷൻ നടക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സോഹോ സ്ട്രീറ്റിൽ പോകുന്നത്. അതിങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ കൂടി ആവുമ്പോൾ ഇറ്റ് വാസ് സ്പെഷ്യൽ ഫോർ മീ ഓൾസോ. ലൈക്ക് ഞാൻ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടു. അവരൊക്കെ അവരുടെ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യുക. ദേ ആർ നോട്ട് കൺസിഡറിങ് എനി വൺ എൽസ്. ദേ ആർ ജസ്റ്റ് ലിവിങ് ദെയർ ലൈഫ് ആൻഡ് എൻജോയിങ്. ദാറ്റ്സ് ഇറ്റ്. ദ ഓൺലി തിങ് മാറ്റേഴ്സ് ടു ദം ഇസ് ദെയർ ഹാപ്പിനെസ്. പിന്നെ എനിക്ക് എൻ്റെ ഒരേ ഒരു കൺസേൺ, ഈ റോഡൊക്കെ ഇനി ആര് വൃത്തിയാക്കും എന്നൊരു കൺസേൺ മാത്രമേ ഞാൻ ഈ റോഡിലൂടെ നടക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം അമ്മാതിരി ചവറായിരുന്നു, വൃത്തികേടായിരുന്നു. ഞാൻ ലണ്ടൻ ഇങ്ങനെ വൃത്തികേടായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഞാനിങ്ങനെ നടന്നു, ഫുൾ ഇങ്ങനെ ചുറ്റി കണ്ടു സോഹോ സ്ട്രീറ്റ്. ഞാൻ M&Mൽ വന്നു. M&Mൽ ഒരു സംഭവമുണ്ട്. ഈ ഇരിക്കുന്ന ഫുൾ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഈ ഇരിക്കുന്ന ഫുൾ M&M ആണ്. ഞാൻ 2-3 ടേസ്റ്റ് ചെയ്തു, കാണിച്ചു തരാം. ഇതിങ്ങനെ താക്കാം, തിന്നാം, ഇത്രയുള്ളൂ. പിന്നെ ആക്രാന്തം കാണിക്കരുത്, 1-2 ടേസ്റ്റ് ചെയ്യാം ഓരോന്നിലും. ഞാൻ ചൈന ടൗണിലാണിപ്പോൾ. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് നോർത്താംപ്ടൺ പോവും. സോ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ഞാനിത് ഉടനെ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ബട്ട് ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. സോ ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു, ബൈ. It's alright, little darling, with smiles returning.